നമ്മൾ ഇന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ രണ്ടാം മിഷണറി യാത്രയും മൂന്നാം മിഷണറി യാത്രയുമാണ് റിവൈസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നാം മിഷണറി യാത്ര വരെ പാഠം 7 വരെ റിവിഷൻ ചെയ്തു. ഇന്ന് 2 പാഠമാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, എവിടെ നിന്നാണ് പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിച്ചത്? അന്ത്യോക്യയിൽ നിന്നാണ് പരിശുദ്ധനായ പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിച്ചത്. ഒരു കാര്യം ഓർക്കുക, 3 മിഷണറി യാത്രകളും ആരംഭിച്ചത് അന്ത്യോക്യയിൽ നിന്നാണ് എന്നുള്ളത് കേട്ടോ. അടുത്ത ചോദ്യം, ആദ്യത്തെ മിഷണറി യാത്രയിൽ ആരായിരുന്നു പൗലോസിന്റെ കൂടെ പോയത്? ബർന്നബാസ് ആയിരുന്നു അല്ലേ? രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ആരെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയാണ് പൗലോസിനും ബർന്നബാസിനും ഇടയിൽ ഉണ്ടായത്? മർക്കോസിനെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയായിരുന്നു. മർക്കോസിനെ യാത്രയിൽ കൂടെ ചേർക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇവരുടെ ഇടയ്ക്ക് ഉണ്ടായത്. അടുത്ത ചോദ്യം, ഈ അഭിപ്രായ ഭിന്നതയിൽ ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഈ ബർന്നബാസ് പിരിഞ്ഞ് ആരെയാണ് കൂട്ടുപിടിച്ചത്? ബർന്നബാസ് ആരുടെ കൂടെയാണ് സുവിശേഷ വേലയ്ക്കായിട്ട് പോയത്? ബർന്നബാസ് മർക്കോസിന്റെ കൂടെ ആണ് സുവിശേഷ വേലയ്ക്കായിട്ട് പോയത്. എവിടേക്കാണ് മർക്കോസിന്റെ കൂടെ പോയെന്ന് പറയാമോ? അവര് സൈപ്രസിലേക്കാണ് പോയത്. പൗലോസിന്റെ യാത്രയിൽ ആരായിരുന്നു പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നത്? രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിന്റെ കൂടെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഉണ്ടായിരുന്നത് ഷീലാസ് ആണ്. ഇനി ആരാണ് ഈ ഷീലാസ്? ഷീലാസ് ഒരു റോമാ പൗരനും യെരുശലേമിലെ സഭയിലെ അംഗവുമായിരുന്നു. എന്താണ് ഈ ഷീലാസിന്റെ റോമൻ നാമം, റോമൻ പേര്? സിൽവാനോസ് എന്നാണ് ഷീലാസിന്റെ റോമൻ പേര്. അടുത്ത ചോദ്യം, ഈ പൗലോസും ഷീലാസും എവിടേക്കാണ് രണ്ടാമത്തെ മിഷണറി യാത്രയിൽ എവിടേക്കാണ് ആദ്യം പോയത്? അവര് പോയത് സിറിയ, കിലിക്കിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. പൗലോസിന്റെ ദേശം ഏതാണ്? കിലിക്കയിലെ തർസോസുകാരനാണ് പരിശുദ്ധനായ പൗലോസ്. ലുസ്ത്രയിൽ വെച്ച് ഒരാളെ ക്രിസ്തീയ പ്രവർത്തനത്തിനായിട്ട് ഇവർ തിരഞ്ഞെടുത്തു. ആരെയാണ് ലുസ്ത്രയിൽ വെച്ച് തിരഞ്ഞെടുത്തത്? യുവാവായ തീമോത്തിയോസിനെയാണ് ലുസ്ത്രയിൽ വെച്ച് തിരഞ്ഞെടുത്തത്. ഇനി ഇത് തിരിച്ചു ചോദിക്കാം, യുവാവായ തീമോത്തിയോസിനെ പൗലോസ് തന്റെ കൂടെ കൂട്ടിയത് എവിടെ വെച്ചാണെന്ന് ചോദിക്കാം. ലുസ്ത്രയിൽ വെച്ചാണ് കൂടെ കൂട്ടിയത്. അടുത്ത ചോദ്യം, ഈ തീമോത്തിയോസിന്റെ മാതാവിന്റെ പേര്? മാതാവിന്റെ പേര് യൂനിക്ക എന്നാണ് കേട്ടോ. പിതാവിന്റെ പേര് പറയുന്നില്ല. പിതാവ് യവന സംസ്കാരത്തിൽപ്പെട്ട ഒരു വിജാതീയനാണെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് സുവിശേഷ പ്രചരണം നടത്തിയപ്പോൾ ആരൊക്കെയായിരുന്നു പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നത്? പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഷീലാസും തീമോത്തിയോസുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഏത് സ്ഥലത്താണ്? ഇക്കോന്യ, അന്ത്യോക്യ. അന്ത്യോക്യയിലെ പിസിദ്യൻ എന്ന സ്ഥലത്താണ് കേട്ടോ. അടുത്ത ചോദ്യം, ആരുടെ നിയോഗത്താലായിരുന്നു പൗലോസിന്റെ യാത്രകൾ? പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലായിരുന്നു പൗലോസിന്റെ യാത്രകൾ. അടുത്ത ചോദ്യം, പൗലോസ് പോകുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കി അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഏത് സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോകരുതെന്ന് പൗലോസിനോട് പറഞ്ഞത്? ആസ്യയിലേക്കും ബിഥുനിയയിലേക്കുമാണ് പോകരുത് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് വിലക്കിയ സ്ഥലങ്ങൾ. അടുത്ത ചോദ്യം, ത്രോവാസിലെത്തിയപ്പോൾ പൗലോസിനൊരു ദർശനമുണ്ടായി. ഇവിടേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു. എവിടേക്ക് കടന്നു ചെല്ലുവാനാണ് ദർശനമുണ്ടായത്? മക്കദോനിയയിലേക്ക് ചെല്ലുവാനായിരുന്നു പൗലോസിന് ദർശനം ഉണ്ടായത്. എവിടെ വെച്ചാണ് ലൂക്കോസ് യാത്രയിൽ ചേരുന്നത്?
ലൂക്കോസ് യാത്രയിൽ ചേരുന്നത് ത്രോവോസിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, ഫിലിപ്പിയിൽ വെച്ച് ആർക്കാണ് മാനസാന്തരമുണ്ടായ ക്രിസ്തുവിനോട് ചേർന്ന സ്ത്രീ ആര്? ആർക്കായിരുന്നു ഫിലിപ്പിയിൽ വെച്ച് മാനസാന്തരമുണ്ടായത്? ലുദിയ എന്ന സ്ത്രീക്കായിരുന്നു മാനസാന്തരമുണ്ടായത്. ആരായിരുന്നു ഈ ലുദിയ? ലുദിയ ഒരു തൂയ തൈരക്കാരിയും പട്ടുവസ്ത്രം വിൽക്കുന്നവളും ആയിരുന്നു. അടുത്ത ചോദ്യം, യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കഴിഞ്ഞ നമ്മുടെ ഇതിലുണ്ടായിരുന്നില്ല, കഴിഞ്ഞ മോഡൽ ടെസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യനകത്തുണ്ടായിരുന്നു ഈ ചോദ്യം. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കുന്നത് ലുദിയയെ ആണ്. അടുത്ത ചോദ്യം, ഫിലിപ്പയിൽ ഇവർ ചെന്നപ്പോൾ പ്രധാനമായി 3 സംഭവങ്ങളാണ് അവിടെ നടന്നത്. ഏതൊക്കെയാണ് ആ 3 അത്ഭുത പ്രവർത്തികൾ? 1, ലുദിയയുടെ മാനസാന്തരം. 2, വെളിച്ചപ്പാടത്തിയായ അടിമ പെൺകുട്ടിയെ സൗഖ്യമാക്കുന്നത്. 3, കാരാഗൃഹ പ്രമാണിയുടെ മാനസാന്തരം. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 4മതൊരു ഓപ്ഷൻ വേറെ എവിടെ നിന്നെങ്കിലും ഇട്ടിട്ട് തെറ്റിക്കാം നമ്മളെ. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് പൗലോസിൻ്റെതല്ലാത്തതെന്ന്, മീൻസ് പൗലോസിൻ്റെതല്ല, ഫിലിപ്പിയിൽ നടക്കാത്തത്, ഫിലിപ്പിയിൽ വെച്ച് സംഭവിക്കാത്തത് ഏതാണെന്ന് നമ്മളോട് ചോദിക്കാം. അപ്പം അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ, 3 സംഭവങ്ങൾ, അത് ഓരോ സ്ഥലത്തും സംഭവിച്ചത് നമ്മൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കാരാഗ്രഹത്തിൽ ആരെയൊക്കെയാണ് അടച്ചത്? കാരാഗ്രഹത്തിൽ അടച്ചത് പൗലോസിനെയും ശീലാസിനെയുമാണ്. അടുത്ത ചോദ്യം, കാരാഗ്രഹത്തിൽ നിന്നും മോചിതരായ പൗലോസും ശീലാസും അഫിപ്പോലീസും അപ്പളോണിയയും ഒക്കെ കടന്ന് എവിടേക്കാണ് പോയത്? തെസ്സലോനിക്കയിലേക്കാണ് പോയത്. ഈ തെസ്സലോനിക്കയിൽ സുനഗോഗിൽ പോയിട്ട് എത്ര ശാബതുകളിലാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചത്? തുടർച്ചയായിട്ട് പ്രസംഗിച്ചു. എത്ര ശാബതുകളിലാണ് പ്രസംഗിച്ചത്? തുടർച്ചയായ 3 ശാബതുകളിലാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചത്. അടുത്ത ചോദ്യം, പൗലോസിനെയും ശീലാസിനെയും പിടിക്കുവാൻ വേണ്ടിയിട്ട് യഹൂദന്മാര് ഈ തെസ്സലോനിക്കയിൽ വെച്ച് ഒരുങ്ങി. പക്ഷേ അവരെ കിട്ടാഞ്ഞിട്ട് ആരെയാണ് ഇവർക്ക് പകരം നഗരാധിപരുടെ മുൻപിൽ ഹാജരാക്കിയത്? യാസോനെയാണ് ഹാജരാക്കിയത്. എന്തുകൊണ്ട് യാസോനെ ഹാജരാക്കിയേ? കാരണം യാസോനായിരുന്നു അവിടെ വെച്ച്, തെസ്സലോനിക്കയിൽ വെച്ച് ഇവർക്ക് ആതിഥ്യം നൽകിയത്. അതായത് അവരെ താമസിപ്പിച്ചത് യാസോന്റെ ഭവനത്തിലായിരുന്നു. അതുകൊണ്ടാണ് യാസോനെ പിടിച്ചത്. അടുത്ത ചോദ്യം, തെസ്സലോനിക്കയിൽ നിന്നും പൗലോസ് എങ്ങോട്ടേക്കാണ് പോയത്? തെസ്സലോനിക്കയിൽ നിന്നും പൗലോസ് ആഥൻസിലേക്കാണ് പോയത്. അടുത്ത ചോദ്യം, പൗലോസിന് സഭ സ്ഥാപിക്കാൻ കഴിയാതിരുന്ന സ്ഥലം ഏത്? എവിടെയാണ് സഭ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതിരുന്നത്? ഏഥൻസിലാണ് അദ്ദേഹത്തിന് സഭ സ്ഥാപിക്കുവാൻ കഴിയാതിരുന്നത്. അടുത്ത ചോദ്യം, കൊരിന്തില് ആരുടെ കൂടെയാണ് പൗലോസ് താമസിച്ചത്? കൊരിന്തിലെത്തി ആരുടെ കൂടെയാണ് താമസിച്ചത്? അവിടെ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെയാണ് പൗലോസ് താമസിച്ചത്. അവര് അക്വിലായും പ്രിസ്കില്ലയും ആയിരുന്നു. ഈ അക്വിലായും പ്രിസ്കില്ലയും എന്ത് ജോലി ചെയ്യുന്നവരായിരുന്നു? കൂടാരപ്പണി ചെയ്യുന്നവരായിരുന്നു, അല്ലേ? പൗലോസിന്റെ ജോലി എന്തായിരുന്നു? അവിടെ പറയുന്നുണ്ട് പൗലോസ് കൂടാരപ്പണി ചെയ്യുന്നവനായിരുന്നു എന്ന്. ഇനി നമുക്ക് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ 3ാം മിഷണറി യാത്രയെക്കുറിച്ച് നോക്കാം. 3ാം മിഷണറി യാത്ര എവിടെയാണ് ആരംഭിച്ചത്? നമ്മളിപ്പോൾ പറഞ്ഞു, അല്ലേ? അന്ത്യോക്യയിലാണ് ഈ 3 മിഷണറി യാത്രകളും ആരംഭിച്ചത്. അതുകൊണ്ട് അന്ത്യോക്യയിലാണ് 3ാമത്തെ മിഷണറി യാത്രയും ആരംഭിച്ചത്. അദ്ദേഹം ആദ്യ യാത്രയിൽ സന്ദർശിച്ച സഭകളെ ഒക്കെ സന്ദർശിച്ച ശേഷം 3ാമത്തെ മിഷണറി യാത്രയിൽ എവിടേക്കാണ് പോയത്?
എഫേസോസിലേക്കാണ് പോകുന്നത്. ഈ എഫേസോസിൽ അദ്ദേഹം എത്ര നാളാണ് താമസിച്ചത്? ഏതാണ്ട് 3 വർഷക്കാലം അദ്ദേഹം എഫേസോസിൽ താമസിച്ചു. ഏത് പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു എഫേസോസ്? ഏഷ്യ മൈനർ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു ഈ എഫേസോസ്. അടുത്ത ചോദ്യം, ഈ എഫേസോസിൽ ഒരു വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു. ഏത് ദേവിയുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു അത്? അർത്തിമീസ് എന്ന ദേവിയുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു അത്. അടുത്ത ചോദ്യം, യഹൂദന്മാർക്ക് യെരുശലേം ദേവാലയം എന്ന പോലെ യവന സമൂഹത്തിന് സുപ്രധാനമായ ക്ഷേത്രം ഏതായിരുന്നു? അർത്തിമീസ് ദേവിയുടെ ക്ഷേത്രമായിരുന്നു യഹൂദന്മാർക്ക് യെരുശലേം ദേവാലയം എന്ന പോലെ യവന സമൂഹത്തിന് സുപ്രധാനമായ ക്ഷേത്രം. അടുത്ത ചോദ്യം, അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയത് ആര്? അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയത് ലൂക്കോസ് ആണ്. അടുത്ത ചോദ്യം, എഫേസോസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് നമുക്ക് ഓപ്ഷനിൽ തരും. ഇതിലേതാണ് പ്രത്യേകത അല്ലാത്തതെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് അതല്ലാത്തത് എഴുതാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? സാമ്പത്തികമായി വളരെയധികം പുരോഗതി പ്രാപിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എഫേസോസ്. പിന്നെ പുറജാതി മതത്തിലെ ഒരു പ്രധാന ദേവിയായ അർത്തിമീസിന്റെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. പല ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നടമാടിയിരുന്ന ഒരു സ്ഥലമാണ് എവിടെ? ഈ എഫേസോസ് എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയ്ക്ക് ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളും മാനസികമായും ശാരീരികമായും അദ്ദേഹത്തിനെ വളരെയധികം തകർത്തതുമായ, വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നതുമായ ഒരു സ്ഥലമായിരുന്നു എഫേസോസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഫേസോസിനെ കുറിച്ച് ഓർക്കുക. എന്നിട്ട് നിങ്ങൾ റൈറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ റൈറ്റ് ആൻസർ ചൂസ് ചെയ്യുക. അടുത്ത ചോദ്യം, എഫേസോസിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ആരുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന 12 പേരെയാണ് യേശുക്രിസ്തുവിന്റെ സംബന്ധിച്ചുള്ള വിശ്വാസം നൽകി സ്നാനം കഴിപ്പിച്ചത്? ആരുടെ ശിഷ്യത്വമായിരുന്നു ആ 12 പേര് സ്വീകരിച്ചിരുന്നേ? യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യത്വമായിരുന്നു ആ 12 പേര് സ്വീകരിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഏത് സ്ഥലമാണ് പുരാതന കാലങ്ങളിൽ മാന്ത്രികരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നത്? എഫേസോസ് ആണ് പുരാതന കാലങ്ങളിൽ മാന്ത്രികരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നത്. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് പൗലോസ് എഫേസോസിൽ നിന്നെത്തിയ സഭാ നേതാക്കളായ വൈദികരെ കണ്ടതും അവരോട് പ്രസംഗിച്ചതും? മിലിത്തോസിൽ വെച്ചാണ് എഫേസോസിൽ നിന്നെത്തിയ സഭാ നേതാക്കളായ വൈദികരെ കണ്ടത്. എവിടെ വെച്ചായിരുന്നു അവര് മാളികമുറിയിൽ ഒരുമിച്ച് കൂടിയതും ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടിയതും അപ്പം നുറുക്കി ആചരിച്ചതുമൊക്കെ, അവരുടെ ആ ദിവസം ആചരിച്ചതുമൊക്കെ ത്രോവോസിൽ വെച്ചാണ് അവർ ആരാധനയ്ക്കായിട്ട് ഒരു മാളികമുറിയിൽ ഒരുമിച്ച് കൂടിയതും ഞായറാഴ്ച ആചരണം കഴിച്ചതും. അടുത്ത ചോദ്യം, പൗലോസ് പ്രസംഗത്തിനിടയ്ക്ക് ഒരാൾ താഴെ വീണ് മരിച്ചുപോയ കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ആ പൗലോസ് ജീവിപ്പിച്ച ആളുടെ പേരെന്തായിരുന്നു? നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ചോദ്യമാണ്, പക്ഷേ വേദപുസ്തക ഭാഗത്തിൽ നിന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരുന്നു പൗലോസ് ജീവിപ്പിച്ച ആളുടെ പേര്? യൂത്തിക്കോസ് എന്നായിരുന്നു പൗലോസ് ജീവിപ്പിച്ച ആളുടെ പേര്. അടുത്ത ചോദ്യം, എഫേസോസിലെ സഭാ നേതാക്കളോട് പൗലോസ് എവിടെ വെച്ചാണ് അന്ത്യയാത്ര പറയുന്നത്? ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്ന് പറഞ്ഞ് അന്ത്യയാത്ര പറയുന്നുണ്ട്. അതെവിടെ വെച്ചാണ്? മിലിത്തോസിൽ വെച്ചാണ് പൗലോസ് എഫേസോസിലെ സഭാ നേതാക്കളോട് അന്ത്യയാത്ര പറയുന്നത്. അടുത്ത ചോദ്യം, ഫിനിഷ്യയുടെ പ്രധാന തുറമുഖം ഏത്?
ഫിനിഷ്യയുടെ പ്രധാന തുറമുഖം സോര് ആണ്. അടുത്ത ചോദ്യം, നമ്മൾ 8ൽ പഠിച്ചു ഫിലിപ്പോസ്, ഷമ്മാശനായ ഫിലിപ്പോസ് ഒരു എത്യോപ്യൻ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കിയ കാര്യം. ഈ ഫിലിപ്പോസ് എത്യോപ്യൻ ഷണ്ടനെ മാനസാന്തരപ്പെടുത്തിയ ശേഷം ഫിലിപ്പോസ് എവിടെ പോയാണ് താമസിച്ചത്? അത് ഈ പാഠഭാഗത്തിലാണ് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എവിടെ പോയാൽ താമസിച്ചേ? ഫിലിപ്പോസ് കൈസരിയയിൽ പോയിട്ടാണ് പിന്നീട് താമസിച്ചത്. അപ്പോൾ കൈസരിയയിൽ പൗലോസിന്റെ കൂടെയുള്ളവരും എത്തിയപ്പോൾ ആരുടെ അടുത്താണ് പൗലോസ് പോയി താമസിച്ചത്? ഈ ഫിലിപ്പോസിന്റെ അടുക്കലാണ്. ഫിലിപ്പോസ് ഷമ്മാശന്റെ അടുക്കലാണ് പൗലോസും കൂടെയുള്ളവരും താമസിച്ചത്. അടുത്ത ചോദ്യം, ഈ കൈസരിയയിൽ താമസിക്കുമ്പോൾ ഏത് പ്രവാചകനാണ് വന്ന് പൗലോസിനോട് യെരുശലേമിലേക്ക് പോകരുത്, അവിടെ ദണ്ഡനവും ബന്ധനവും ഒക്കെ ഉണ്ടാകുമെന്ന് പൗലോസിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്? അഗബോസ് എന്ന ഒരു ക്രിസ്തീയ പ്രവാചകനാണ് പൗലോസിന് യെരുശലേമിലേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, യെരുശലേമിൽ എത്തിയതിനു ശേഷം പൗലോസ് എവിടെയാണ് താമസിച്ചത്? മ്നാസോന്റെ ഭവനത്തിലാണ് പൗലോസ് താമസിച്ചത്. മ്നായല്ല, മ്നാസോന്റെ ഭവനത്തിൽ. അത് എഴുതുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് കേട്ടാൽ ചിലപ്പം സ്പെല്ലിങ് പ്രശ്നം വരും. അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. മ്നാസോന്റെ ഭവനത്തിലാണ് ഇവർ താമസിച്ചത്. എപ്പോഴും റിവിഷൻ ചെയ്യുമ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കൂടി എടുത്തു വെച്ചിട്ട് അതിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ അവിടെ അടയാളപ്പെടുത്തി നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്ത ചോദ്യം, എവിടെയാണ് പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്ര അവസാനിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, മറ്റേത് 2 അന്ത്യോഖ്യയിൽ അവസാനിക്കുമ്പോൾ 3ാമത്തെ മിഷണറി യാത്ര അവസാനിച്ചത് യെരുശലേമിലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ 2 പാഠഭാഗങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.